പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് നല്ല പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശുക്രിസ്തു നമ്മൾ പഠിക്കുന്നത് ഒന്ന്, കർത്താവിന്റെ ഇഷ്ടം. രണ്ട്, ആ കർത്താവിന്റെ ഇഷ്ടം നമ്മൾ അറിയുന്നത് കർത്താവിന്റെ വചനത്തിലൂടെയാണ് പ്രധാനമായും അറിയുന്നത്. കർത്താവിന്റെ ഇഷ്ടം, കർത്താവിന്റെ വചനം, ഈ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ അത് ലിങ്ക്ഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ്. അതാണ് നമ്മൾ പ്രധാനമായും ഇവിടെ പഠിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞ് തുടങ്ങുന്ന വാക്യം തന്നെ ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്നാണ്. കാരണം ദൈവത്തിന്റെ ഇഷ്ടം അത് എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമുക്ക് നമ്മളെക്കുറിച്ച് ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലുന്നത് തന്നെ നമ്മുടെ ഇഷ്ടങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. കർത്താവേ, എനിക്കത് വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ സംഭവിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞു, യാക്കോബിന്റെ വഴി പിന്തുടരുന്നവരായ ആളുകൾ, യാക്കോബിന്റെ പ്രാർത്ഥന എന്താണ്? ഞാൻ പോകുന്ന ഈ വഴിയിൽ നീ എന്റെ കൂടെ വരികയും അല്ലെങ്കിൽ നീ എന്നെ കാക്കുകയും എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും തരികയും എന്നെ സൗഖ്യത്തോടെ എന്റെ അപ്പന്റെ അടുത്തേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യുമെങ്കിൽ നീ എനിക്ക് ദൈവമായിരിക്കും. ഇതാ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന. പലപ്പോഴും നല്ല ശതമാനം ആളുകൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ പോകുന്ന ഈ വഴിയിൽ, അതായത് എന്റെ വഴിയെ നീ വന്നോണം. എന്റെ വഴിയെ ദൈവത്തെ കൊണ്ടുവരാൻ നോക്കുന്നവരുടെ ഇടയിൽ പൗലോസ് പറയുന്നു അത് ബുദ്ധിഹീനതയാണ്. എന്റെ വഴി എന്തായിരിക്കണം എന്നുള്ളത് തന്നെ ചിന്തിക്കാനോ അറിയാനോ ഒന്നും എനിക്ക്, അതായത് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തെ ഉപയോഗിക്കാൻ. പൗലോസ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ദൈവത്തിന്റെ വഴി ഒന്ന് അറിയണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഒരു സ്വപ്നമുണ്ട്. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ ഗ്രഹിക്കണം. അപ്പൊ എന്നെ വിളിച്ചപ്പോൾ ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. അപ്പോൾ നമ്മൾ പക്ഷെ പറയുന്നതല്ല എന്റെ സ്വപ്നം നീ നിവർത്തിച്ചു തരണമെന്നാണ്. അങ്ങനെയല്ല. ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത് അവിടുത്തെ ഇഷ്ടം നമ്മൾ നിർവഹിക്കേണ്ടതിന് വേണ്ടിയാണ്. കാരണം സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി പോലും നമുക്ക് ശരിക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ അറിയണം. വിശ്വസിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എഫേസ്യർ 1-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പോൾ അവന്റെ വിളിയാലുള്ള ആശ, എന്നെ വിളിച്ചപ്പോൾ ദൈവത്തിനൊരു ആശയുണ്ട്, ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നമാണ് നിർവഹിക്കപ്പെടേണ്ടത്. കാര്യം അതാണ് എന്നെക്കുറിച്ചുള്ള പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്. ആൻഡ് ഓൾസോ ഞാൻ എത്ര സ്വപ്നം കണ്ടാലും എനിക്ക് എന്റെ സ്വപ്നത്തിനൊക്കെ ഒരു കപ്പാസിറ്റി കുറവുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങള് സ്കൂളിൽ പോകുമ്പോൾ ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയിട്ട് മിക്കവാറും പിള്ളേരൊക്കെ കരഞ്ഞോണ്ടാ വരുന്നത്. കാര്യം അടിച്ചു കെട്ടി അവിടെ ഇരുത്തി പഠിപ്പിക്കുന്നൊക്കെ വരുന്ന സമയത്ത് ഇപ്പം കളിയൊക്കെയാണ് ഞാൻ പറഞ്ഞ. എന്നാലും നമ്മളെയൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ സ്കൂളിൽ പോയിട്ട് ആദ്യത്തെ ദിവസം കരഞ്ഞോണ്ട് വന്നിട്ട് പറയും, പപ്പാ എനിക്ക് സ്കൂളിൽ പോകണ്ട. നമ്മളെന്താ പറയും? എന്നാ പോകണ്ട എന്ന് പറയും. നമ്മൾ പറയും, ഇല്ല മോനെ, എനിക്ക് നിന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. അപ്പോൾ കൊച്ചു പറയാ, എനിക്കും ഉണ്ട് ഒരു സ്വപ്നം. എന്താണ് നിന്റെ സ്വപ്നം? എനിക്ക് പ്ലേ ഗ്രൗണ്ടിൽ കളിക്കണം. എന്നാ പിന്നെ പോയി കളിച്ചോളാം നമ്മൾ പറയത്തില്ല. മോനെ, നിനക്ക് നിന്നെ കുറിച്ച് സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി ഒന്നും നിനക്ക് ആയിട്ടില്ല. എന്നതുപോലെ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നമല്ല പ്രധാനം, അതിനുള്ള കപ്പാസിറ്റി നമുക്കില്ല. അതുകൊണ്ട് ദൈവത്തിന് എന്നെ അവൻ വിളിച്ചപ്പോൾ അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ അറിയണം. ആ ആശ അത് നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം അതാണ്. ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത് എപ്പോഴാണ്? ദൈവത്തിന്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിലുള്ള സംസർഗത്തിലാണ് എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത്. അതായത് ആ ദൈവ സംസർഗത്തിൽ തന്നെ ഞാൻ കഴിയണം. കർത്താവിൻ്റെ
ആത്യന്തികമായി കർത്താവിന്റെ ഇഷ്ടം എന്താണ് എന്നെക്കുറിച്ച്, അതായത് ദൈവം ഈ ഭൂമിയിൽ എന്നെ ആക്കിയിരിക്കുന്നത് തന്നെ ആത്യന്തികമായി നമ്മൾ കർത്താവിന്റെ കൂടെ നിത്യതയിൽ വസിക്കുവാൻ വേണ്ടിയാണ്. അതാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആത്യന്തികമായ ഇഷ്ടം എന്ന് പറയുന്നത്. ആത്യന്തികമായ ഇഷ്ടം അതാണ്. പക്ഷേ അതിലേക്കുള്ള യാത്രയിൽ നമ്മൾ ആത്യന്തികമായി ദൈവത്തോട് കൂടെ നമ്മൾ സ്വർഗത്തിലിരിക്കണം. പക്ഷെ ഇവിടെയും നമ്മൾ സ്വർഗത്തിന്റെ ജീവിതം ജീവിക്കുകയും യേശുവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യണം എന്നുള്ളത്. അതാണ് കർത്താവിന്റെ സ്വപ്നം. അതായത് അവന്റെ ആത്യന്തിക സ്വപ്നം പൂർത്തീകരിക്കാനായി ഇപ്പോൾ തന്നെ അവന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് ഞാൻ അറിയണം. അപ്പോൾ ആത്യന്തിക ലക്ഷ്യം അറിയണം, ഇപ്പോഴുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം അറിയണം, അതിന് എൻ്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. അത് വചനത്തിലൂടെയാണ് നമ്മൾ അറിയുന്നത്. വചനം വായിക്കുമ്പോൾ എൻ്റെ തലയിൽ കയറിയാൽ മാത്രം പോരാ. നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, അത് തുളച്ച ഉള്ളിലേക്ക് ചെന്ന് ഒരു സ്പാർക്കാണ്. എന്നിട്ട് പറയാണ് ന്യായപ്രമാണ പുസ്തകം അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. നമ്മൾ ചിന്തിച്ചത് മോശയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദാവീദിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷേ വേദപുസ്തകത്തിൽ യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത് എന്നെക്കുറിച്ചാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ തലയിൽ നിന്ന് ഇത് താഴോട്ട് ഇറങ്ങണം. തലയിൽ കയറിയിട്ട് താഴോട്ട് ഇറങ്ങേണ്ടത്. പക്ഷെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഇത് ഹനനയാഗവും ഹോമയാഗവും പാപയാഗവും അതൊന്നുമല്ല നീ ഇച്ഛിക്കുന്നത്. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അത് എന്നെക്കുറിച്ചാണെന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോൾ സങ്കീർത്തനക്കാരൻ പറയാണ്, കർത്താവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കർത്താവിന്റെ ഇഷ്ടം ശരിയായ നിലയിൽ ആത്മാവിൽ അറിയുന്നവൻ അത് ചെയ്യാൻ പ്രിയപ്പെടുന്നവനാണ്. പ്രിയപ്പെടുന്നവൻ അല്ലാതെ ഇതൊരു ബേർഡനായിട്ടല്ല, അത് ഒരു പ്രിയപ്പെടുന്ന ഒരു അവസ്ഥ. എനിക്ക് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നത് ഒരു ബേർഡനൊന്നുമല്ല. കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ശരിക്കും അപ്പനും മക്കളും തമ്മിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ, ഭർത്താവിന്റെ ഇഷ്ടം നിർവഹിക്കുമ്പോൾ ഭാര്യ അതൊരു ഭാരമായിട്ടല്ല ചിന്തിക്കുന്നത്. പ്രത്യുത ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞാനിങ്ങനെ വായിച്ചൊക്കെ ഇരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ഭാര്യ ഒരു കാപ്പി ഉണ്ടാക്കി തന്നെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഒരു കാപ്പി ഇടാൻ പറഞ്ഞു. പക്ഷെ കാപ്പി ഇടാനൊന്നും പറയേണ്ട കാര്യമില്ല, അവൾക്കറിയാം എനിക്കൊരു കാപ്പി കുടിക്കാനുള്ള ഒരു സമയമൊക്കെ ആയെന്നറിയാം. ഉടനെ പോയി അവളൊരു കാപ്പി ഇട്ടുകൊണ്ട് വരുന്നു. കാപ്പി ഇട്ട് തരുമ്പം ഇനി വായിക്കുകയും ചെയ്തോളും, പിന്നെ ഞാൻ കാപ്പിയും ഇട്ട് കൊടുക്കണം എന്നുവല്ല പറയുമോ? ഇല്ല. ആ കാപ്പി ഞാൻ കുടിക്കുന്ന കാണുമ്പോൾ എന്തൊരു മാനസികമായ ഒരു സംതൃപ്തിയുണ്ട്. ഇതുപോലെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യുന്നത് പേടിച്ചിട്ടുമല്ല, അല്ലെങ്കിൽ ഒരു ബേർഡനായിട്ടല്ല. പ്രത്യേകത എന്താണ്? അത് സന്തോഷത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആശ, നമ്മുടെ പിതാവിന് നമ്മെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ സ്വർഗസ്ഥ പിതാവിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം, അത് ചെയ്യുന്നവനാ സ്വർഗത്തിൽ പോകുന്നത് പോലും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്വനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പറയുന്ന അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇല്ലേ? അപ്പൊ ആ ഇഷ്ടം നമ്മൾ ചെയ്യണം. അത് ചെയ്യുന്നത് സന്തോഷത്തോടെ വേണം ചെയ്യാൻ, ഒരു ബേർഡനായിട്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ആത്യന്തികമായി ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെയൊക്കെ നിത്യതയിൽ അവനോട് കൂടെ ആക്കുവാൻ വേണ്ടിയാണ്. അത് നമ്മൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആശ നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. അവിടെ നമ്മൾ ഒരുമിച്ച് വസിക്കണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ പിന്നെ വന്ന് നിങ്ങളെയും, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് നിങ്ങളെയും ചേർത്തുകൊള്ളൂ. ഇല്ലേ? അതാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഇവിടെയും ജീവിതത്തിൽ എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതാണ് നമ്മൾ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളുണ്ട്,
നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മളിലേക്ക് തരുന്നത് ലോകമാണ്. നമ്മുടെ ഇഷ്ടങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവത്തെ ഉപയോഗിക്കുന്നവരാണ് പലരും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഇഷ്ടങ്ങൾ മിക്കതും ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ നേരെ വിപരീത ദിശയിലാണ്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം നടക്കാൻ ദൈവത്തെ ഉപയോഗിക്കുന്ന ആ ഒരു പരിപാടി നിർത്തിയാൽ മാത്രമേ ശരിക്കും ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് നിർവഹിക്കുവാൻ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കുന്നു. അതിന്റെ മുകളിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. 14 മുതലുള്ള വാക്യങ്ങളിലെ പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഇല്ലേ? അപ്പോൾ ലോകമോഹം അത് ദൈവഹിതത്തിന്റെ വിപരീത ദിശയിലാണ് എപ്പോഴും. മിക്കവാറും 90%, 99.9% അങ്ങനെയാണ്. കാര്യം ലോകത്തിന് ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. 99% ഒന്നും പറയണ്ട, 100% എന്ന് പറഞ്ഞാൽ പോലും തെറ്റല്ല. ലോകമോഹം ഒരിക്കലും ദൈവഹിതത്തിനനുസരിച്ചാകാൻ നമുക്ക് പ്രായോഗികമായി തന്നെ അറിയാം. അങ്ങനെയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്ക് ദൈവവുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ നിന്നാണ് നമ്മൾ ലോകമോഹവും ജഡമോഹവും വിട്ടിട്ട് ദൈവഹിതത്തിലേക്ക് തിരിയുന്നത്. എന്താണ് ബന്ധം എന്നുള്ളത് 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിതാക്കന്മാരെ, അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവൻ്റെ നാമം നിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോ ആർക്കാ ഇത് എഴുതുന്നത്? പാപങ്ങൾ മോചിക്കപ്പെട്ടവർക്കാണ്. അഥവാ യേശുവിനെ രക്ഷകനായിട്ട് അറിഞ്ഞവരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ ഈ കാര്യത്തിൽ നമുക്ക് നടക്കത്തുള്ളൂ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് 12-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾക്ക് അവൻ്റെ നാമം നിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ നിങ്ങൾക്ക് ഇത് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കയാൽ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും മോഹിക്കരുത്. അപ്പൊ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും മോഹിക്കാതിരിക്കണമെങ്കിൽ ദൈവത്തെയും ദൈവികതയെയും സ്നേഹിക്കുന്നവന് മാത്രമേ പറ്റുള്ളൂ. സ്നേഹിക്കണമെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണം, ബന്ധമുണ്ടാകണം. ഇന്നത്തെ വലിയൊരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ വിശ്വാസികളെന്ന് പറയുന്ന പലർക്കും ഈ 12 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പല അനുഭവങ്ങളും അന്യമാണ്. അതുകൊണ്ട് എന്താണെന്നറിയാമോ? അവർ ലോകത്തിന്റെ പുറകെ പോകും. ആരാണ് ലോകത്തിന്റെ പുറകെ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊന്നും അറിയാൻ വയ്യാത്തവരാണ്. 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് അവന്റെ നാമം നിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാൽ, ശരിയായ നിലയിൽ പാപമോചനം പ്രാപിച്ചവൻ അവൻ ലോകത്തെ സ്നേഹിക്കത്തില്ല. പാപമോചനം പ്രാപിച്ചവൻ. പാപമോചനം പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അർത്ഥമുണ്ട് അതിനകത്ത്. ഒന്ന്, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ അതുവരെയുള്ള നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. എന്നാൽ രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള മോചനം കൂടെ ലഭിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സഹായം വരുന്നതാ
என் கண்கள் நீ